മിഡിൽ ഈസ്റ്റിൽ മാസങ്ങളായിട്ട് നിലനിന്നിരുന്ന കടുത്ത യുദ്ധഭീതിക്ക് താൽക്കാലിക വിരാമമാകുമ്പോൾ പുറത്തുവരുന്നത് അമേരിക്കയുടെ ചരിത്രപരമായിട്ടുള്ള പരാജയത്തിന്റെ വാർത്തകളാണ്. യുദ്ധം തുടങ്ങിയ ദിവസങ്ങൾക്കകം ഇറാനെ തവിട് പൊടിയാക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഇറാന്റെ കടുത്ത പ്രതിരോധത്തിന് മുന്നിൽ പൂർണ്ണമായിട്ടും മുട്ടുമടക്കി നാണം കെട്ട് കീഴടങ്ങിയിരിക്കുകയാണ്. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും ശക്തമായിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ ഈ വരുന്ന വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗികമായിട്ട് സമാധാന കരാറിൽ ഒപ്പുവെക്കും. അക്ഷരാർത്ഥത്തിൽ വിയറ്റ്നാം യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദയനീയ തോൽവിയാണ് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാനിൽ നിന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. വ്യോമാക്രമണ മികവിലുള്ള ആത്മവിശ്വാസത്തിൽ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖാംനി അടക്കമുള്ള പ്രമുഖരെ വധിച്ചുകൊണ്ട് 3 ദിവസം കൊണ്ട് ഇറാനെ തകർക്കാമെന്ന അമേരിക്കൻ ഇസ്രായേൽ ഇന്റലിജൻസിന്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായിട്ടും പാളിപ്പോയി. തുടർന്ന് ഇറാൻ നടത്തിയ ശക്തമായിട്ടുള്ള തിരിച്ചടികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിട്ടുവീഴ്ചകളോടെ ഒരു കരാറിനായിട്ട് ട്രംപ് ഭരണകൂടം കെഞ്ചാൻ തുടങ്ങിയത്. എന്തായാലും യുദ്ധത്തിൽ വലിയ പരാജയം ഉണ്ടായിരിക്കുകയാണ്. ഒന്നും തന്നെ ട്രംപും നെതന്യാഹു ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല എന്ന് മാത്രമല്ല, വലിയ തോൽവിയും വലിയ പരാജയവും വലിയ നഷ്ടവും ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരിക്കുകയാണ്. വിയറ്റ്നാം യുദ്ധം ദശാബ്ദങ്ങൾ നീണ്ടു നിന്നതും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ സൈനിക പോരാട്ടമായിരുന്നു. എന്നാൽ ഇറാനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് നേരിട്ടുള്ളൊരു സൈനിക യുദ്ധം ഇല്ല എങ്കിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായിട്ട് കടുത്ത രാഷ്ട്രീയ നയതന്ത്ര സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ തന്നെ ആക്രമണങ്ങൾക്ക് കാരണമായി എന്നതാണ്. ഇറാൻ മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകൾ അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ 60 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നത്. കരാർ പ്രകാരം ലോകത്തെ ഏറ്റവും പ്രധാന കപ്പൽപാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം അമേരിക്ക ഉടനടി പിൻവലിക്കും. ഇതിന് പിന്നാലെ വെള്ളിയാഴ്ച മുതൽ കടലിടുക്ക് സാധാരണ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആദ്യം ഈ അമേരിക്ക ചെയ്ത് കാണിക്കട്ടെ, അമേരിക്ക ചെയ്ത് കാണിച്ചതിന് ശേഷം ഞങ്ങൾ തുടങ്ങാം എന്നുള്ള ഒരു നിലപാടിലാണ് ഇറാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടാണ് ഇക്കാര്യങ്ങളിൽ ഇറാൻ തൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇനി ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യും. ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കാൻ വേണ്ടി ലോകമെമ്പാടും അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരുന്ന ഇറാന്റെ $25 ബില്യൺ ആസ്തികൾ തിരികെ നൽകാൻ ട്രംപ് സമ്മതിച്ചിട്ടുണ്ട്. കാരണം യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രംപ് വീണ്ടും പെടും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണം, തങ്ങൾക്കും ലാഭം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിൽ അതിലൊരു ലാഭം കണ്ടെത്തണം എന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ ട്രംപ് ചില കാര്യങ്ങളിലൊക്കെ സമ്മതിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നടിഞ്ഞ ഇറാന്റെ കെട്ടിടങ്ങളും മിസൈൽ സംവിധാനങ്ങളും പുനർനിർമ്മിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന വ്യവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. വലിയ സാമ്പത്തിക നഷ്ടമുള്ള അമേരിക്കയ്ക്ക് ഇറാൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് അവരുടെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കെട്ടിടങ്ങൾ അതിനുള്ള അല്ലെങ്കിൽ അത് പുതുക്കി പണിയാനുള്ള കാര്യങ്ങൾ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന വ്യവസ്ഥയാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കാൻ കാരണമായിട്ടുള്ള ഇറാന്റെ ആണവ പദ്ധതികളെ തടയാൻ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുവരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്ന അമേരിക്കയുടെ മുൻ ആവശ്യങ്ങൾ തള്ളിയിട്ടുണ്ട്. അത് സ്വന്തം പക്കൽ തന്നെ സൂക്ഷിക്കാനുള്ള അവകാശം ഇറാൻ നേടിയെടുത്തിട്ടുണ്ട്. ഇവർ സമാധാന കരാറിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത അതൃപ്തിയിലാണ്. കാരണം സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ നിൽക്കെ ഇസ്രായേൽ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തി ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ചു. ഇതിൽ കടുത്ത ദേഷ്യം കൊണ്ട് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് എഫ് വേർഡ് എന്ന് പലതവണ ഉപയോഗിച്ചു. പച്ചയ്ക്ക് ചീത്ത വിളിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത്. അതായത് സമാധാന കരാർ നിലവിൽ വന്നാലും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടായാൽ തിരിച്ചു പോകാൻ തങ്ങൾക്കാവില്ല എന്നും ഹിസ്ബുള്ളയ്ക്ക് എതിരെ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് ഇസ്രായേലിന് ഈ ഒരു യുദ്ധം നിർത്തുന്നതിനോടും സമാധാനം കൊണ്ടുവരുന്നതിനോടും തീരെ താല്പര്യമില്ല. ആദ്യം മുതലേ ഇസ്രായേലിന്റെ നിലപാട് അങ്ങനെയായിരുന്നു. അതായത് യാതൊരു പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളും ഇല്ലാതെ ലെബനാനിലേക്ക് ആക്രമണം നടത്തുന്നു. ഇപ്പോൾ ഈ ഒരു സമാധാന കരാർ കൊണ്ടുവന്നാൽ അത് ഇസ്രായേലിന് തിരിച്ചടിയാകുമെന്നറിയാം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും അവര് രണ്ടുപേരും തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു
വാക്പോർ ഉണ്ടാകുന്നുണ്ട്. കാരണം യുദ്ധത്തിൽ ട്രംപും നെതന്യാഹുവും തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇസ്രായേലിന്റെ ഈ ഒരു എങ്ങും എത്താത്ത നിലപാട് വരും ദിവസങ്ങളിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ലോകം കാത്തിരിക്കുന്ന ഒരു സമാധാനത്തിനാണ്. ആ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നു. എന്തായാലും പരാജയപ്പെട്ട് വലിയ തോൽവിയായി ട്രംപ് മുട്ടുമടക്കി ഇറാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സമാധാനം പ്രതീക്ഷിക്കുകയാണ് ലോകം മൊത്തം. ആ സമാധാനത്തിനിടയിലേക്കാണ് ഒരു വിള്ളൽ പോലെ ഈ ഇസ്രായേൽ നിൽക്കുന്നത്. എന്തായാലും 106 ദിവസത്തോളം നീണ്ടുനിന്ന കടുത്ത യുദ്ധ പ്രതിസന്ധികൾക്കാണ് ഇതോടെ താൽക്കാലിക ശമനമാകുന്നത്. തന്റെ 80ാം പിറന്നാൾ ദിനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇത് ലോകത്തിന്റെ കപ്പലുകളെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കൂ, എണ്ണ വീണ്ടും ഒഴുകട്ടെ എന്നായിരുന്നു ട്രംപിന്റെ സോഷ്യൽ മീഡിയയിൽ ഉള്ള കുറിപ്പ് എന്ന് പറയുന്നത്. കരാറിന്റെ ഭാഗമായിട്ട് ഇറാൻ അടച്ചിട്ടിരുന്ന ലോകത്തെ ഏറ്റവും സുപ്രധാന കപ്പൽപാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഇറാൻ തുറമുഖങ്ങൾക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു ഹോർമുസ് പാത തുറക്കുക. അത് വലിയ രീതിയിലുള്ള ഒരു സമാധാനം ലോകത്തിന് തരും. എന്തായാലും പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും ഈ ഒരു ധാരണയിലെത്തിയത്. വരും ദിവസങ്ങളിൽ, അതായത് ജൂൺ 19 വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കും. ആദ്യഘട്ടത്തിൽ 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയായിരിക്കുന്നത്. ഈ സമയത്തിനിടയിൽ ഇറാന്റെ ആണവ പദ്ധതികൾ, അമേരിക്കൻ ഉപരോധങ്ങൾ പൂർണ്ണമായിട്ട് പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ സമാധാന ചർച്ചകൾ തുടരും. കഴിഞ്ഞ 47 വർഷത്തിനിടയിൽ ആദ്യമായാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഇത്തരം ഒരു ഉന്നതതല നേരിട്ടുള്ള യോഗം ചേർന്നത് എന്നത് കരാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ ധാരണ ചരിത്രപരമാണെങ്കിലും ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യത്തെ പ്രധാന തടസ്സം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവും ആണവ പദ്ധതികളുമാണ്. തങ്ങൾ ആണവായുധം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആണവായുധ നിലവാരത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള സാങ്കേതിക വിദ്യ അവർ ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു എന്നതാണ്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുകയോ അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിട്ടുകൊടുക്കുകയോ ചെയ്യാൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കരാറുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂത്തികൾക്കും ഇറാൻ നൽകുന്ന പരസ്യമായിട്ടുള്ള പിന്തുണയും വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് അമേരിക്കയുടെ ഒരു പ്രഖ്യാപിത നയമാണ്. എന്നാൽ ഇസ്രായേലിന്റെ പ്രധാന ശത്രുക്കളായിട്ടുള്ള ഹിസ്ബുള്ളയെ ആയുധമണിയിക്കുന്നതും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതും ഇറാനാണ്. ഈ ഒരു പ്രാദേശിക യുദ്ധ മുന്നണികളിൽ നിന്നും ഇറാൻ തങ്ങളുടെ സ്വാധീനം പൂർണ്ണമായിട്ട് പിൻവലിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സഖ്യങ്ങളെ ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതാണ്. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ കരാർ ഒരു 60 ദിവസത്തെ താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഇവിടെ പരാജയപ്പെടുന്നത് അമേരിക്കയാണ്. എന്തായാലും ഈ ഒരു സമയത്തിനുള്ളിൽ ഇറാന്റെ ആണവ പദ്ധതികൾ, പ്രാദേശിക ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ, അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവയിൽ ഇരുവിഭാഗത്തിനും സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുല കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്രയും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളിൽ വെറും 2 മാസം കൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുക എന്നത് അതീവ ദുഷ്കരമാണ്. കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിള്ളലായി നിൽക്കുന്നത് ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രധാന പ്രശ്നങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടായില്ല എങ്കിൽ 60 ദിവസത്തിന് ശേഷം കരാർ തകരുകയും മേഖലയിൽ വീണ്ടും കടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു വെടിനിർത്തൽ ധാരണ ഇസ്രായേലിനെ സംബന്ധിച്ച് അതീവ നിർണായകവും ആശങ്കാജനകവുമായിട്ടുള്ള ഒന്നാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായിട്ടും തകർക്കണമെന്ന നിലപാടാണ് ഇസ്രായേലിനുള്ളത്. എന്നാൽ അമേരിക്ക ഇറാനുമായിട്ട് ധാരണയിലെത്തിയത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയുമായിട്ടുണ്ട്. 60 ദിവസത്തെ ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ കൊണ്ട് ഇറാൻ തങ്ങളുടെ ആണവ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുമെന്നതും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ആയുധം എത്തിക്കാൻ ഈ സമയം ഉപയോഗിക്കുമെന്നും ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ സമാധാന ചർച്ചകളിൽ താല്പര്യമില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ പിന്തുണയില്ലാതെ തന്നെ ഇസ്രായേൽ നേരിട്ട് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും യുദ്ധത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ടു നിൽക്കുന്നത് ട്രംപാണ്. കാരണം ട്രംപ് വിചാരിച്ചതുപോലെ യുദ്ധം പോയില്ല, ഇസ്രായേൽ വിചാരിച്ചതുപോലെ യുദ്ധം പോയില്ല. ഇരു കൂട്ടരും തമ്മിൽ
തെറ്റിപ്പിരിയുന്ന രീതിയിലേക്ക് യുദ്ധത്തെ കൊണ്ട് എത്തിച്ചത് ഇറാനാണ്. എന്തായാലും യുദ്ധത്തിൽ വലിയൊരു വിജയം എന്ന് പറയുവാണെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇറാനാണെന്ന് പറയേണ്ടി വരും. കാരണം ഇറാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ ഒരു ധാരണാപത്രത്തിൽ അല്ലെങ്കിൽ സമാധാന പത്രത്തിൽ അല്ലെങ്കിൽ ആ കരാറിൽ ഒപ്പിടാൻ പോകുന്നത്. ആ ഒരു ഒപ്പിടുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ വരച്ച വരയിൽ അമേരിക്ക നിന്നു എന്നതാണ്. കാരണം അമേരിക്കയ്ക്ക് യാതൊരു തരത്തിലും ഈ ഒരു യുദ്ധം നിർത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിൽ വലിയ പരാജയം, തോൽവി ഉണ്ടായിരിക്കുകയാണ്. ഒന്നും ഉദ്ദേശിച്ച പടി നടന്നില്ല. നഷ്ടവും, സൈനികപരമായിട്ടുള്ള നഷ്ടവും സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടവും, അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു പ്രശ്നമായതേ ഉള്ളൂ. പിന്നെ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ കുറയുകയും ചെയ്തതോടെ ട്രംപിനൊരു കാര്യം മനസ്സിലായി, ഈ യുദ്ധം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് നിമിഷവും തൻ്റെ കസേര തെറിക്കാം, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കാം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതിയെ തടി തപ്പുകയാണ് ട്രംപ്. എന്തായാലും യുദ്ധത്തിൽ വലിയ പരാജയം ഇപ്പോൾ ട്രംപിന് നേരിട്ടിരിക്കുകയാണ്.